എന്റെ വീട്ടിൽ തന്നെ ഞാൻ ഇരിപ്പുണ്ട്. കുറെ കമന്റും വരുന്നുണ്ട്, എന്റെ പോസ്റ്റിന് കമന്റ് വരുന്നുണ്ട്, എന്റെ ഫോട്ടോ വെച്ച് കുറെ ഫോട്ടോസ് ഇറക്കുന്നുണ്ട്. ഇതിൽ എന്ത് സന്തോഷം ആൾക്കാർക്ക് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ അമ്മപ്പെടുത്ത ആളൊരു ഇത് മാത്രമായിരിക്കും ഇത്. കഴിഞ്ഞ ദിവസമൊക്കെ അല്ലെ കഴിഞ്ഞ ദിവസം മുതൽ വലിയ വൈറലായിക്കൊണ്ടിരിക്കുന്ന വാർത്തയാണ് MLA യു പ്രതിഭയുടെ മകൻ കഞ്ചാവ് കേസിൽ പിടിയിലായി എന്നുള്ള വാർത്ത. സത്യത്തിൽ ഒരു പക്ഷേ ഞെട്ടലോടെ ആയിരിക്കും, കാരണം 21 വയസ്സ് പ്രായമേ ആ കുഞ്ഞിനുള്ളൂ. ആ വാർത്തയിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന് നമുക്കറിയില്ല. വിജിലൻസ് പിടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. 3 ഗ്രാം കഞ്ചാവോട് കൂടിയാണ് പിടിച്ചത് എന്ന് പറയുന്നു. ആ കുഞ്ഞ് തന്നെ രംഗത്തെത്തി അതിന് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ വാർത്ത കൊടുത്ത മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടിയുമായി MLA മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. വിജിലൻസ് ആണ് വേഷം മാറിവന്ന് ഈ തകഴി പാലത്തിനടിയിലിരുന്ന 9 പേർ പിടിച്ചത്. അതിൽ ഒരാൾ MLAയുടെ മകനാണെന്ന് പറയുന്നു. MLA രംഗത്തെത്തിയിട്ടുണ്ട്. എന്താ, ഒരു മകന് വേണ്ടി കനിവ് തേടി ഒരു അമ്മ, കനിവെന്നാണ് മകന്റെ പേര്. ഇത് സത്യമല്ല, ആരെങ്കിലും ഒറ്റാനാണ് ശ്രമിച്ചതെങ്കിൽ ആ കുഞ്ഞിന്റെ ഭാവിയല്ലേ ഇത് ബാധിക്കുന്നത്? തീർച്ചയായും. അതായത് ആരെങ്കിലും മനഃപൂർവ്വം പെടുത്താൻ ശ്രമിച്ചതാണെങ്കിൽ 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ ഭാവിയെ തന്നെയാണ് ഇത് ബാധിക്കുന്നതെന്ന് പറയാതിരിക്കാനും കഴിയില്ല. കാരണം അമ്മ ഒരു രാഷ്ട്രീയ പ്രവർത്തകയായതുകൊണ്ട് യു പ്രതിഭ MLAയുടെ മകനെ പിടിച്ചു എന്ന് പറയുമ്പോൾ മറ്റുള്ളവരോടൊപ്പം പിടിച്ച, അതായത് ആ കുഞ്ഞിനോടൊപ്പം പിടിച്ച മറ്റുള്ള ആളുകളുടെ അമ്മമാരുടെ രാഷ്ട്രീയമോ അമ്മമാരുടെ അച്ഛനന്മാരുടെ പിന്നെ എന്താണ് അവരുടെ സോഷ്യൽ സ്റ്റാറ്റസോ ഒന്നും ചർച്ച ചെയ്യാത്തത് മാധ്യമങ്ങളുടെ ഇരട്ടത്തപ്പാണെന്ന് തന്നെ പറയേണ്ടി വരും. അവരുടെ മുഖവും വന്നിട്ടില്ല, യു പ്രതിഭയുടെ മുഖം മാത്രമാണ് വന്നത്. അതെ, യു പ്രതിഭ എന്താണ് ഇതിൽ ചെയ്ത തെറ്റ്? വ്യക്തി സ്വാതന്ത്ര്യത്തെ പറ്റി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, മക്കൾ തെറ്റ് ചെയ്താൽ നമ്മൾക്ക് പിന്നെ അച്ഛനമ്മമാർക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ പോലും എന്താണ് നമ്മൾ തെറ്റ് ചെയ്താൽ നമ്മളെയാണ് ശിക്ഷിക്കുന്നത്, അച്ഛനമ്മയെ പിടിച്ച് ശിക്ഷിക്കുമോ? ഇല്ല. ഇനി അച്ഛനോ അമ്മയോ അറിയാതെ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ധാർമ്മികമായി അവരെ ചോദ്യം ചെയ്യാമെന്നുള്ളത് മാത്രമാണ്. ഇവിടെ യു പ്രതിഭ MLAയെ രാഷ്ട്രീയപരമായി ഒരു തരത്തിൽ ഇല്ലാതാക്കാനാണ് ശ്രമം നടന്നതെങ്കിൽ അതിനെ അങ്ങേയറ്റം അപലപനീയമായി തന്നെ കാണേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ഭാഗം. പക്ഷേ ഇവിടെ ചില കാര്യങ്ങൾ, ചില ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടേണ്ടതുണ്ട്. കാരണം കനിവ് 21 വയസ്സുള്ള ഒരു പ്രായപൂർത്തിയായ ഒരു ചെറുപ്പക്കാരനാണ്. മാത്രമല്ല യു പ്രതിഭ പറയുന്നത് മകൻ നാട്ടിലുള്ള ആളുകളൊക്കെ ആയിട്ട്, എല്ലാ ആളുകളുമായിട്ട് നല്ല ബന്ധമാണ് കനിവിനുള്ളത്. അവൻ്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു എന്നുള്ള തരത്തിലുള്ള വാർത്ത ശരിയല്ല. അവൻ്റെ കയ്യിൽ നിന്നല്ല കഞ്ചാവ് പിടിച്ചിട്ടുള്ളത്. നിങ്ങൾ മാധ്യമങ്ങൾ എന്തിനാണ് ഇങ്ങനെ വാർത്തകൾ വളച്ചൊടിക്കുന്നത്? നിങ്ങൾ മാപ്പ് പറയാൻ തയ്യാറാകുമോ വാർത്ത തെറ്റാണെന്ന് തെളിഞ്ഞാൽ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. നമ്മൾ എക്സൈസ് ഓഫീസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് മനസ്സിലാകുന്നത് കനിവിനെ 9ാം പ്രതിയായിട്ട് ചേർത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എക്സൈസ് എന്തിനാണ് കനിവിനെ 9ാം പ്രതിയായിട്ട് ചേർത്തത്? ഇതൊരു ചോദ്യമാണ്. പക്ഷേ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നും പറയുന്നുണ്ട്. അപ്പം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചതല്ല എന്നാണ്, കൂട്ടിക്കൊണ്ട് പോയിക്കോളാൻ പറഞ്ഞതായിരിക്കും. അപ്പം അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ് യു പ്രതിഭ MLAയുടെ മകനെ മാത്രം അറസ്റ്റ് രേഖപ്പെടുത്താത്തത്? അതൊരു ചോദ്യമല്ലേ? ഒന്ന്. രണ്ടാമത്തത്, ഒരു സംഘത്തെയാണ് പിടിക്കുന്നത്. ആ സംഘത്തെ പിടിക്കുമ്പോൾ ആ സംഘത്തിൻ്റെ ഏത് തരത്തിലാണ് അവർ സംഘം ചേർന്നത് എന്ന് നോക്കിയാണ് ആ സംഘത്തിലുള്ള ആളുകളെല്ലാം നമ്മൾ എന്താണ് കേസിന് കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയുന്നത്. ഇവിടെ ഒരു പാലത്തിനടിയിൽ നിന്നാണ് ഇവരെ പിടിച്ചത്. ആ പാലത്തിനടിയിൽ നിന്ന് 9 പേരെ പിടിക്കുമ്പോൾ ഈ പാലത്തിനടിയിൽ പോയി കഞ്ചാവ് വലിക്കുന്ന സമയത്താണ് പിടിച്ചത്. അപ്പോൾ ഈ കനിവിനും ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കനിവും അതിൻ്റെ ഉള്ളിലേക്ക് പോയത് എന്നല്ലേ നമ്മൾ ന്യായമായും സംശയിക്കേണ്ടത്? അങ്ങനെ ഒരു സംശയമുള്ള കാലത്തോളമാണ് എക്സൈസ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതും പിടിച്ചിരിക്കുന്നതും. അപ്പോൾ എന്തായാലും ഈ വാർത്ത പുറത്തു വന്നു എന്ന് തന്നെ വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഈ പറയുന്നത് പോലെ കനിവിനെ ഏതെങ്കിലും തരത്തിൽ കുടുക്കിയതാണെങ്കിൽ, അല്ലെങ്കിൽ യു പ്രതിഭയെ ഉന്നം വെച്ച് കനിവിനെ മനഃപൂർവ്വം പിടിച്ചു കൊണ്ടുപോയി അത് സംഘത്തിൽ പെടുത്തി ആരോ ഒരു അനോണിമസ് കോൾ പോയതാണെന്ന് പറയുന്നു. ആ തരത്തിൽ എന്തെങ്കിലും ചെയ്തതാണെങ്കിൽ CPM-നുള്ളിൽ തന്നെ വലിയ വിഭാഗീയതയുണ്ട് കായംകുളത്ത്. അപ്പോൾ ആ തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ചെയ്തതാണെങ്കിൽ അതിനെ ഒട്ട് ന്യായീകരിക്കാനും കഴിയില്ല. തീർച്ചയായിട്ടും പാർട്ടൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. കുറേ സംശയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. യു പ്രതിഭ MLA തന്നെ കഴിഞ്ഞ ദിവസം വന്നിട്ട് ഇതിപ്പോൾ എൻ്റെ മകനാണ് ചെയ്തതെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പോലീസിനെ അറിയിക്കുന്നത് ഞാനായിരിക്കും. കാരണം അവനും ഈ സമൂഹത്തിൽ വളർന്നു വരുന്ന ഒരാളാണ്. ആ സമൂഹത്തിൽ വിപത്തുണ്ടാക്കാൻ ഞാൻ അനുവദിക്കില്ല. അതൊരു നിലപാടുള്ള അമ്മയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ തൻ്റെ മകൻ ഇതിൻ്റെ അകത്ത് ഉണ്ട് എങ്കിൽ പോലും നിങ്ങളൊരു ഹൈപ്പ് കൊടുക്കാനായി MLAയുടെ മകനാണ്, MLAയുടെ മകൻ കഞ്ചാവ് കേസിൽ പിടിയിലായി എന്നുള്ളതാണ് ഞാനും കണ്ടു. അത് മിക്ക മാധ്യമങ്ങളിലും അങ്ങനെ തന്നെയാണ് വാർത്ത വന്നത്. യു പ്രതിഭ MLAയുടെ മകൻ കഞ്ചാവ് കേസിൽ പിടിയിലായി. അപ്പോൾ ആ ഗ്യാങ്ങിൽ 9 പേരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ 9 പേരുടെയും ചിത്രങ്ങളിൽ 8 പേരുടെയും ഫോട്ടോയോ അവരുടെ കുടുംബത്തിൻ്റെ ഡീറ്റെയിൽസോ അവരുടെ അച്ഛനമ്മമാരുടെ ഡീറ്റെയിൽസോ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ പ്രതിഭ എന്ന് പറയുന്ന കായംകുളത്തെ MLAക്ക് പൊതുവെ പാർട്ടിയിൽ നിന്ന് തന്നെ
ഒരു വേർതിരിവുണ്ട്. പലപ്പോഴും പാർട്ടിക്കെതിരെ ഫേസ്ബുക്കിലൊക്കെ അവർ നിലപാട് വ്യക്തമാക്കുന്നതോടുകൂടി പാർട്ടിയിൽ നിന്ന് തന്നെ അവർക്കൊരു അകൽച്ച ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു അജ്ഞാത കോളാണ് വിജിലൻസിന് എക്സൈസിന് കിട്ടിയത് എന്ന് പറയുന്നു. അതോടെയാണ് എക്സൈസ് മഫ്തിയിൽ വന്ന് അന്വേഷിക്കുമ്പോഴാണ് ഈ കുപ്പിയിൽ വെള്ളം നിറച്ച് അതിൽ കഞ്ചാവ് ഇട്ടിട്ട് ഇങ്ങനെ വലിച്ചു കുടിക്കുക. എനിക്ക് എൻ്റെ ക്ലിയർ ആയിട്ടുള്ള ടെക്നോളജി അറിയില്ല. അപ്പൊ അങ്ങനെ എന്നാണ് പറയുന്നത്. ആ ഗ്യാങ്ങിൽ നിന്നാണ് പിടിച്ചുകൊണ്ട് പോയത് എന്ന് പറയുന്നത്. പക്ഷെ ആ കുഞ്ഞ് പറയുന്ന കാര്യങ്ങൾ, നമ്മൾ ചെറുപ്പക്കാരൻ പറയുന്ന കാര്യങ്ങൾ നമ്മളിവിടെ വാർത്തയിൽ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ നിലപാട് എന്താണെന്ന്. പക്ഷെ ഇത് സത്യസന്ധമായ വാർത്ത പുറത്തു വരണം. കാരണം ഒരു പാർട്ടിക്കകത്ത് ഒരു MLAക്ക് എന്തെങ്കിലും നിലപാടുകൾ വ്യക്തമാക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് എതിരെ അവരെ മക്കളെ ഉപയോഗിച്ചുകൊണ്ട് അവരെ തകർക്കുന്ന രീതി ഉണ്ട് എങ്കിൽ അത് ശരിയല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി കനിവ് തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഒരു MLAയുടെ മകനാണ് എന്ന ഒരു പരിഗണന കൊടുക്കാതെ, പ്രത്യേകിച്ച് കഞ്ചാവാണ് സമൂഹത്തെ യുവതലമുറയെ നശിപ്പിക്കുന്ന ഏറ്റവും വലിയ വിപത്താണ് കഞ്ചാവ് എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ ഇവർക്ക് മെഡിക്കൽ പരിശോധന നടത്തിക്കൂടെ? തീർച്ചയായും. ആ യുവാവിനെ പിടിച്ചു. ഈ 9 പേരുടെ മെഡിക്കൽ പരിശോധന എക്സൈസ് നടത്തിയോ? FIR-ൽ 9ാം പ്രതി എന്ന് പറയുന്നു. പിന്നെ കേസ് പോലും രേഖപ്പെടുത്താതെ എങ്ങനെയാണ് FIR-ൽ 9ാം പ്രതിയാകുന്നത്? ഈ ഒരു സാധാരണ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന കേസിൽ പിടിച്ചാൽ തന്നെ മെഡിക്കൽ പരിശോധന നടത്തും അല്ലേ? മദ്യം ശരീരത്തിലുണ്ടോ എന്ന് രക്തസാമ്പിളുകൾ എടുത്ത് പരിശോധിക്കുന്നത് ഒരു രീതിയാണ്. അതിപ്പോ 24 മണിക്കൂർ. അതിപ്പോ ആളുടെ സമ്മതം കൂടി വേണം എന്ന് നിർബന്ധമുണ്ട്. ആളെ സമ്മതിച്ചാൽ മാത്രമേ രക്തപരിശോധന നടത്താവൂ എന്ന് നിയമമുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സൈസിന് ആരെങ്കിലും ഇത്തരത്തിൽ അജ്ഞാതനായ ആരെങ്കിലും സമൂഹം നന്നാവണം, പിള്ളേർ വഴി തെറ്റി പോകാൻ പാടില്ല എന്നുള്ള അമിതമായ മോഹത്തോടു കൂടി ആരെങ്കിലും വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ പിടിക്കാനായിട്ട് പോയതാണ് എങ്കിൽ തീർച്ചയായിട്ടും എക്സൈസ് എന്താണ് ചെയ്യേണ്ടത്? അതിൽ കൃത്യത വരുത്തുകയല്ലേ വേണ്ടത്, അല്ലാതെ മാധ്യമങ്ങളെ വിളിച്ച് വാർത്ത കൊടുക്കുകയാണോ വേണ്ടത്? ആ പിടിച്ച ഒരാളിൽ MLAയുടെ മകനുണ്ട്. അപ്പോൾ ആരോ മാധ്യമങ്ങൾക്ക് വാർത്ത ഒറ്റി, ഏതോ ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങൾക്ക് വാർത്ത ഒറ്റി പ്രതിഭ MLAയുടെ മകൻ കഞ്ചാവ് കേസിൽ പിടിയിലായിട്ടുണ്ട്. ആദ്യം പറഞ്ഞത് 90 ഗ്രാം കഞ്ചാവ് എന്നാണ് എല്ലാ മാധ്യമങ്ങളിലും ബ്രേക്കിംഗ് ന്യൂസായി വന്നത്. പിന്നീട് അത് 3 ഗ്രാം ആയത് എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല. എത്രയോ കയ്യിൽ വച്ചാൽ മാത്രമേ പോലീസിന് കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള അവകാശമുള്ളൂ, അല്ലെ നിയമമുള്ളൂ എന്നതിൻ്റെ കണക്കിലാണെന്ന് തോന്നുന്നു. 3 ഗ്രാമിലേക്ക് അത് പെട്ടെന്ന് താഴ്ന്നു നിന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ 2 സാധ്യതകൾ കൃത്യമായി പരിശോധിക്കാതെയാണ് നിങ്ങൾ ഈ വാർത്ത മാധ്യമങ്ങൾക്ക് കൊടുത്തത് എങ്കിൽ ആദ്യം ആ വാർത്ത കൊടുത്ത എക്സൈസ് ഉദ്യോഗസ്ഥരെ വേണം പിടിച്ചകത്തിടാൻ. കാരണം ഒന്ന്, പ്രതിഭ എന്ന് പറയുന്ന MLA സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാളാണ്. അവരുടെ മകൻ എന്ന് പറയുന്ന 21 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. അവൻ്റെ ഫോട്ടോ ഇപ്പോൾ അവൻ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ, അവൻ ഇത് ഉപയോഗിച്ചിട്ടില്ല, ഗ്യാങ്ങിൽ അവൻ ഉണ്ടായിരുന്നു, ചിലപ്പോൾ അവൻ അറിയില്ല എങ്കിൽ, അറിയില്ല ഈ കുപ്പിയിലൊക്കെ വെച്ച് കുടിക്കുന്നു എന്ന് പറയുന്നു. അതിൻ്റെ ടെക്നോളജി വൈസ് ഒന്നും അറിയാത്തത് കൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയില്ല. അവൻ അറിഞ്ഞിട്ടില്ല എങ്കിൽ അവൻ്റെ മുഖം മുഴുവൻ ഈ ചാനലുകളിൽ മുഴുവൻ ഇല്ലേ? ഇപ്പോ നാളെ അവന്റെ ഭാവിയെ അത് ബാധിക്കില്ലേ? 21 വയസ്സേ ഉള്ളൂ, ജീവിതത്തിൽ ഒരിടവും എത്താത്ത ഒരു ചെറുപ്പക്കാരനാണ്. അവനിനി ഭാവിയുണ്ട്, ജീവിതമുണ്ട്. അവന്റെ ജീവിതം തകർക്കാൻ അത്തരത്തിൽ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് തടയുക തന്നെ വേണം. അവർക്കെതിരെ നിയമ നടപടി MLA സ്വീകരിക്കുന്നുവെങ്കിൽ അത് ചെയ്യുക തന്നെ വേണം. പക്ഷേ രണ്ടാമത്തെ കാര്യം, മകൻ അവന്റെ അറിവ്, ഇപ്പൊ അമ്മ അറിയാതെ നമ്മളെ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് നമ്മളറിയില്ല. നമ്മുടെ വിചാരം നമുക്ക് അവരോട് ഭയങ്കര വിശ്വാസമാണ്, അവർക്ക് നമ്മളോടുള്ള വിശ്വാസത്തിന് പുറത്ത് നമ്മുടെ മക്കൾ 100% പെർഫെക്റ്റ് ആണെന്ന് എല്ലാ അമ്മമാരും അച്ഛന്മാരും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. എൻ്റെ മകൻ ഒരു മകളോ മകനോ ഒരു തെറ്റിലും പോകില്ല, അങ്ങനെ വിശ്വസിക്കാനാണ് എല്ലാ അച്ഛനും അമ്മമാർക്കും ഇഷ്ടം. അപ്പം അവരറിയില്ലായിരിക്കും അവരുടെ മകൻ ഏതൊക്കെ കൂട്ടുകെട്ടിൽ പോകുന്നുണ്ട്, എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ഏത് സാഹചര്യത്തിലൂടെയാണ് അവൻ സഞ്ചരിക്കുന്നത് എന്നൊന്നും ചിലപ്പോൾ MLAക്ക് അറിയില്ലായിരിക്കും. ഇപ്പോൾ എക്സൈസുകാർ വെറുതെ വന്ന് 8 സംഘത്തിൻ്റെ പാലത്തിനടിയിലിരിക്കുന്ന 8 സംഘത്തിനെ പിടിച്ചുകൊണ്ട് പോകേണ്ടതിൻ്റെ ആവശ്യകതയില്ലല്ലോ. അപ്പോൾ അതെന്തിനാണ് ഇവരുടെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്തോ? എക്സൈസ് എന്താണ് അങ്ങനെ ഒരു വാർത്ത അല്ലെങ്കിൽ അത്തരം ഒരു ഇൻഫർമേഷൻ മാധ്യമങ്ങൾക്ക് കൊടുത്തത്? ഇത് അന്വേഷിക്കേണ്ടതല്ലേ, ഇതും പുറത്തു വരേണ്ടതല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ എന്താണ് ശരി എന്താണ് തെറ്റെന്ന് ഇപ്പോഴും നമുക്കറിയില്ല.
പിടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു, പിന്നീട് കേസ് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നു, 90 ഗ്രാം എന്ന് പറയുന്നു, പിന്നീട് എന്താ പറയുക 3 ഗ്രാം എന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ സത്യസന്ധമായ ഒരു അന്വേഷണം അല്ലെങ്കിൽ സത്യസന്ധമായ അല്ലെങ്കിൽ എക്സൈസ് ഇതിൽ വ്യക്തത വരുത്തണം. ഞങ്ങൾ പിടിച്ചിട്ടില്ല, ഈ വാർത്ത വ്യാജമാണ്, ഞങ്ങൾ പറഞ്ഞിട്ടല്ല മാധ്യമങ്ങൾ ഈ വാർത്ത കൊടുത്തത്, അതല്ലേ എൻ്റെ ന്യായം. ഇതിപ്പോ എന്താ പൊട്ടനെ ചെട്ടിയെ അല്ല പൊട്ടനെ ചെട്ടിയെ വെച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കും, അങ്ങനെ എന്തോ ഒരു ഇത് പറയുമല്ലോ. ആ ലെവലിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. MLA-യുടെ മകനെ പിടിച്ചോ? പിടിച്ചില്ലേ? നീ MLA-യുടെ മകൻ കഞ്ചാവ് ഉപയോഗിച്ചില്ലേ? ഞാൻ വീട്ടിലുണ്ടെന്ന് ആ ചെറുപ്പക്കാരൻ പറയുന്നു. എക്സൈസ് പിടിച്ചു എന്ന് മാധ്യമങ്ങൾ പറയുന്നു. അപ്പോൾ ഇതിൻ്റെ വ്യക്തത വരുത്തേണ്ടത് എക്സൈസ് ആണ്. എക്സൈസ് ഇതിൽ കൃത്യമായ വ്യക്തത വരുത്തുന്നത് വരെ കനിവ് സംശയം തന്നെ ഉണ്ടാകും. തീർച്ചയായും.